ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണോ? ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ മധുശ്രീ ആരാന്നുള്ള കാര്യം ഈ സത്യഭാമ തിരിച്ചറിയണം. കാരണം കോടതിയിൽ നടക്കുന്ന രംഗത്ത് നിന്ന് മധുശ്രീയെക്കുറിച്ച് താൻ ഇന്ന് വരെ കരുതി വെച്ചിരിക്കുന്നത് മധുശ്രീയുടെ യഥാർത്ഥ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സത്യഭാമയ്ക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ് കാണിക്കുന്നത്. അപ്പം കോടതിയും അമീർ അബ്ദുള്ളയും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ ഒക്കെ വാദവും പ്രതിവാദമൊക്കെ ആയിട്ട് ഒരു അടിപൊളി എപ്പിസോഡെന്ന് തന്നെ പറയാം. അപ്പം ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ കാണിക്കുന്ന ഒരു കാര്യം അമീർ അബ്ദുള്ള പറയുവാണ്, കോടതിക്ക് വേണ്ട തെളിവുകളാണ്, അല്ലാതെ ഇമോഷൻസും കഥ മെനഞ്ഞെടുത്തുണ്ടാകുന്ന കഥകളൊന്നും അല്ല വേണ്ടത്. അമീർ അബ്ദുള്ള അർജുൻ പറഞ്ഞ ആ ഒരു ഡിഫൻസിന് വേണ്ടി പറയുവാണ്. കാരണം അർജുൻ പറഞ്ഞത് കാർത്തിക് എങ്ങനെയാണ് വിഷ്ണു കണ്ടുമുട്ടിയത്, കാർത്തിക് ഏത് സാഹചര്യത്തിലാണ് വീട്ടിൽ കൊണ്ടുവന്നത്, എന്തുകൊണ്ടാണ് ഭാര്യ എന്ന് പറഞ്ഞതൊക്കെയുള്ള കാര്യമാണ്. അപ്പോഴത്തേക്ക് അമീർ അബ്ദുള്ള പറയുന്നുണ്ട്, ഇവിടെ ഇമോഷൻസ് അല്ല വേണ്ടത് അർജുൻ, ഇവിടെ കൊണ്ടുവരേണ്ടതൊക്കെ തെളിവാണെന്ന് പറയുമ്പോഴത്തേക്ക് അർജുൻ പറയുന്നുണ്ട്, ഇമോഷൻസിനും പച്ചയായ മനുഷ്യൻ ജീവിതത്തിൽ വലിയ വിലയുണ്ട്. കാരണം അങ്ങനെ വില ഉള്ളത് കൊണ്ടാണല്ലോ മനുഷ്യന്മാർ സിനിമകളും സീരിയലൊക്കെ കണ്ടിട്ടെന്ന് അവർ കരയെ പോലും ചെയ്തു. അപ്പോഴത്തേക്ക് അമീർ അബ്ദുള്ള പറയുന്നുണ്ട്, ഞാൻ കരയാറൊന്നുമില്ല, അത് നിങ്ങൾക്ക് മനസാക്ഷി ഇല്ലാത്തതുണ്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ നന്മ ഇല്ലാത്തതുണ്ടായിരിക്കും എന്ന് അമീർ അബ്ദുള്ളയ്ക്ക് ഒരു കൊട്ട് കൊടുക്കുക. അപ്പോൾ അമീർ അബ്ദുള്ള ലാസ്റ്റ് പോയി ഇരിക്കുവാണ്. ലാസ്റ്റ് എന്താണ് പിന്നെ വീണ്ടും നമ്മുടെ വിഷ്ണുവിൻ്റെ ആ ഒരു വീഡിയോ ആണ്, വിഷ്ണു കാർത്തികയുടെ സംസാരിക്കുന്നതും എന്താണ് ഒരു കടുത്ത രീതിയിൽ ഭാഷയ്ക്ക് സംസാരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മുടെ ജഡ്ജി കാണുവാണ്. അപ്പം ജഡ്ജി കണ്ടതിന് ശേഷം ജഡ്ജി ചോദിക്കുന്നുണ്ട്, വിഷ്ണുവിന് ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കും. വിഷ്ണു പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ടൊക്കെ സത്യമാണ്, പക്ഷേ അതെൻ്റെ അവസാന ഒരു പരിശ്രമമാണ്, ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാനായിട്ടുള്ള അവസാന പരിശ്രമം എന്ന രീതിയിൽ ഞാൻ അവളോട് 4 വാക്ക് സംസാരിച്ചു എന്നേ ഉള്ളൂ, അല്ല ഞാൻ അവൾക്കെതിരെ ഒരു ദേഹോപദ്രവം അവളെ ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ വിഷ്ണു പറയണം. അപ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ പിറകിലൊക്കെ എൻ്റെ ജീവിതം നശിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിൽ നടക്കുന്ന മധുശ്രീയുടെ കൈ തന്നെയാണ്, ഈ മധുശ്രീ തന്നെയാണ് ഈ പറഞ്ഞ വീഡിയോ എടുത്തെന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങ് ഞെട്ടിപ്പോകുന്നത്. സത്യഭാമ എന്താണ് അവിടെ നിന്നുകൊണ്ട് അവിടേക്ക് നോക്കുവാണ്. കാരണം ഇവളാണോ എൻ്റെ മോനെ കൊടുക്കാൻ വേണ്ടി ഇത്രയൊക്കെ വീഡിയോ എടുത്തതെന്ന് സത്യഭാമ അങ്ങ് നോക്കുവാണ്. അപ്പോഴാണ് സത്യഭാമയ്ക്ക് ഈ ബോധം വന്നത്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ കമൻസ് ഷെയർ ചെയ്തിട്ട് ആരും മറക്കണ്ട കേട്ടോ. അമീർ അബ്ദുള്ള പറയുവാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിഫൻസ് എങ്ങനെയൊക്കെയോ പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് വരുത്തി തീർക്കാനേ ഭയങ്കര പെടാപ്പാട് പെടുമെന്നൊക്കെ പറയും. നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, സത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ അമീർ അബ്ദുള്ള എൻ്റെ സുഹൃത്ത് കാണിക്കുന്ന പോലെ രീതിയിൽ ഒരു തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനെ തെറ്റുകാരനാക്കാനുള്ള പരിശ്രമമല്ല ഇവിടെ നടക്കുന്നതെന്ന് തിരിച്ച് നമ്മുടെ അർജുനും പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോടതി എന്താണ് ഇതൊക്കെ കേട്ടങ്ങ് നിൽക്കുവാണ്. ഈ സമയത്താണ് നമ്മുടെ അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഈ പറയുന്ന വിഷ്ണു ഈ തെറ്റ് ചെയ്തിട്ടില്ല, കാർത്തികയ്ക്ക് നേരെ വിഷ്ണു ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവ് ഡിഫൻസിൻ്റെ ഭാഗത്തുണ്ടോ ചോദിക്കാൻ അർജുൻ പറയുന്നത് ഉണ്ട് യുവർ ഓൺ എന്ന് പറയുമ്പോൾ നമ്മുടെ അമീർ അബ്ദുള്ളയ്ക്ക് ഭയങ്കര ഞെട്ടലാണ്. അതുപോലെ ചന്ദ്രബോസും മധുരയൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അമീർ അബ്ദുള്ളയുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ അർജുൻ കാണിക്കുന്ന ഒരു കാര്യമാണ്, കാർത്തിക കല്യാണ ദിവസം അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ്, ഇതാ ആ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അന്വേഷിക്കുന്ന ACP ചന്ദ്രബോസിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം വിഷ്ണു പതിനെ തൻ്റെ വീഡിയോ മനഃപൂർവ്വം തന്നെ കൊടുക്കാനായി ഈ മധുശ്രീ എടുത്തയക്കും. ആ പറയുന്ന മധുശ്രീയും ചന്ദ്രബോസും കൂടെ നടത്തുന്ന കൂട്ട് പാർട്ട്ണർഷിപ്പിനകത്ത് നടത്തുന്ന രീതിക്കകത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന്, അത് എന്തിൻ്റെ സ്ഥാപനമാണെന്നോ എന്തിൻ്റെ രജിസ്ട്രേഷൻ അവിടെ എന്താ പ്രവർത്തനം അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പോലും അറിയത്തില്ല, ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കാർത്തികയുടെ കയ്യിലുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന ബ്രേസ്ലെറ്റ്. ആ ബ്രേസ്ലെറ്റ് അതും കാർത്തികയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് വിഷ്ണുവാണ് കാർത്തിക ഉപദ്രവിച്ചെങ്കിൽ ഈ പറയുന്ന മധുശ്രീയുടെയും അതുപോലെ ചന്ദ്രബോസിൻ്റെയും ഉടമസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന അതേ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടാൻ പറ്റുന്നത് നമ്മൾ അർജുൻ ചോദിക്കുമ്പോഴത്തേക്കും ഈ അമീർ അബ്ദുള്ള നെറ്റിയിരിക്കുക. കാരണം താൻ അറിയാതെ പോയൊരു പോയിൻ്റ് ആണല്ലോ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഭയങ്കര നെറ്റിൽ നിൽക്കുക. അപ്പം മധുശ്രീന് എന്താണ് പെർമിഷൻ വേണമെന്ന് കോടതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും കോടതി എന്താണ് അത് ഗ്രാൻഡ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും മധുശ്രീ നേരെ വന്ന് നിൽക്കുന്നിട്ട് സത്യം പറഞ്ഞ് ചെയ്യുക, ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളസത്യയൊക്കെ പറഞ്ഞ ശേഷം മധുശ്രീ പറയുന്നുണ്ട്, തങ്ങളുടെ പേരെന്താണ് മധുശ്രീ, താങ്കൾക്ക് എങ്ങനെ വിഷ്ണുവിനെ അറിയാം, നല്ല പരിചയമാണ്, എൻ്റെ ഒരു റിലേറ്റീവായിട്ട് വരുമെന്ന് പറയുമ്പോൾ അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഒരു റിലേറ്റീവ് കൂടെയാണ് മധുശ്രീ, അത്രമാത്രം പരിചയമുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ അമീർ അബ്ദുള്ള കയറിയിടോ, ഇത് ആവശ്യമില്ലാത്ത ചോദ്യമാണ്, അല്ല ആവശ്യമുള്ള ചോദ്യം തന്നെയാണ്. എന്നിട്ട് അർജുൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ അർജുൻ്റെ ക്രോസിനകത്ത് ലാസ്റ്റ് മധുശ്രീ പറയുന്നുണ്ട്, വിഷ്ണുവും താനും തമ്മിൽ വിവാഹം കഴിക്കാൻ ഇരുന്ന വ്യക്തിയാണെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. അപ്പം വിവാഹം മുടങ്ങിയത് ശത്രുതയല്ലേ നിങ്ങൾക്ക് വിഷ്ണുവിനോട് നിങ്ങൾ വെച്ച് പുലർത്തുന്നത്, കാരണം നിങ്ങൾക്കൊരു ജീവിതം കിട്ടിയില്ലെങ്കിൽ ഇന്നും വിഷ്ണുവിനെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്ത പദ്ധതിനകത്തല്ലേ നിങ്ങൾ ഇന്നും കല്യാണം കഴിക്കാതെ തന്നെ ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു വൈരാഗ്യം, നിങ്ങൾക്ക് കിട്ടാത്ത ജീവിതം വിഷ്ണുവിന് വേണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം വിഷ്ണുവിനെ കൊടുക്കുമല്ലേ ഈ കാർത്തികയുടെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുനൻ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അല്ല എന്നൊക്കെ മധുശ്രീ പറയുന്നുണ്ട്. അബ്ദുള്ളയുടെ ഒരു വാദം ഉണ്ടായിരുന്നു, വിഷ്ണുവിൻ്റെ സ്വഭാവം, അതായത് വിഷ്ണു സ്ത്രീകളെ എന്താണ് വളച്ചൊടിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്, അങ്ങനെ എന്താണ് അങ്ങനെ സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി സ്ത്രീകളെന്താണ് വിവാഹ തട്ടിപ്പൊക്കെയാണ് വിഷ്ണുവിന് എന്ന രീതിയിൽ പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു കാര്യമൊക്കെ കോടതിയിൽ ആ വാദം അങ്ങ് പൊളിയെ കാണാം. മധുശ്രീ പോലും വിഷ്ണുവിന് വിവാഹം കഴിക്കാൻ ഇരുന്നു എന്ന ഒരു വാദത്തിൽ തന്നെ. അപ്പോൾ മധുശ്രീയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെയും ചന്ദ്രബോസിൻ്റെയും ഈ പറയുന്ന സ്ഥാപനം, നിങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുന്ന സ്ഥാപനം, അത് എന്ത് സ്ഥാപനം, നിങ്ങളുടെ ജോലിക്കാർക്ക് പോലും അതറിയത്തില്ല, ആ സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെയാണ് കാർത്തികയുടെ ബ്രേസ്ലെറ്റ് കിട്ടുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് എനിക്കറിയത്തില്ല, കാരണം അവിടുന്ന് ഒരു കാരണവശാലും കിട്ടത്തില്ല, ആ സ്ഥാപനത്തിനകത്ത് അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റേ ഇല്ല എന്ന് നമ്മുടെ മധുശ്രീ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രബോസ് കൊണ്ട് തുലച്ച് നിന്നിട്ടിരിക്കുക. കാരണം അപ്പം നിങ്ങളും ചന്ദ്രബോസും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നും നിങ്ങൾ രണ്ടുപേരെയും പാർട്ട്ണർഷിപ്പ് അങ്ങനത്തെ ഒരു സ്ഥാപനം നടക്കുന്നു എന്നുള്ള കാര്യം മധുശ്രീ സമ്മതിച്ചിരിക്കുന്നെല്ലാം പറയുമ്പോഴത്തേക്കും അങ്ങനല്ല എന്ന് മധുശ്രീ പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അർജുൻ പറയും, കണ്ടോ
കോടതിയുടെ മുന്നിൽ പറയുവാണ് ഇവൾ സമ്മതിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് മധുശ്രീയുടെ തലയിൽ അതങ്ങ് അടിച്ചങ്ങ് ഏൽപ്പിക്കുമ്പോഴത്തേക്കും ചന്ദ്രബോസിൻ്റെയും മധുശ്രീയുടെ ഒക്കെ മുഖം അങ്ങ് വാടിപ്പോകും. കാരണം ഇവർക്ക് സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി ഇങ്ങനത്തെ ഒരു സ്ഥാപനം നടത്താൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യം ഇപ്പം പകൽ വെളിച്ചം പോലെ വന്നിരിക്കുമ്പം അതിന് ചന്ദ്രബോസിൻ്റെ തലയ്ക്ക് തന്നെ ഒരു വള്ളിക്കെട്ടായി മാറാൻ പോകുന്നതിൻ്റെയൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വാദം കറക്റ്റായി സ്ട്രോങ് ആയി പറയുകയാണ്. കണ്ടു, ഇതെല്ലാം മധുശ്രീക്ക് വിഷ്ണുവിനുള്ള വ്യക്തിവൈരാഗ്യം മനസ്സിൽ വെച്ച് സൂക്ഷിൻ്റെ പ്രവർത്തനത്തിൽ മധുശ്രീ മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഈ പറയുന്ന വീഡിയോ തന്നെ. അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്തുകൊണ്ടാണ് വിഷ്ണു കാർത്തിയോട് സംസാരിക്കുന്ന കാര്യം മാത്രം പതിഞ്ഞത്, അല്ലാതെ വിഷ്ണു കാർത്തിക്ക് നേരെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നയോ അല്ലെങ്കിൽ വിഷ്ണു കാർത്തികേയനെ എന്താണ് ഇല്ലാതാക്കാനായി ശ്രമിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അർജുൻ വയ്ക്കുമ്പോഴത്തേക്ക് കോടതിക്ക് അത് സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോഴത്തേക്ക് എന്താണ് കോടതി ചോദിക്കുന്നുണ്ട്, കാർത്തിക തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത് എന്നതിൻ്റെ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമീർ അബ്ദുള്ള പറയുന്നുണ്ട് ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഹാജരാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാർത്തികയ്ക്ക് വിഷ്ണു ഒരു കൊട്ടേഷൻ കൊടുത്തില്ല. കാർത്തിക ഇല്ലാതാക്കാനായി കൊടുത്ത കൊട്ടേഷൻ കൊടുത്ത ആ 3 വ്യക്തികൾ അവരാണ് ഏറ്റവും വലിയ സാക്ഷികൾ. അവരാണ് 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി വന്നിട്ട് ഹാജരാക്കുന്നത്. അപ്പോൾ ഈ 3 പേരും വിഷ്ണുവിനെ ചൂണ്ടിക്കാണിച്ചാൽ വിഷ്ണു 50,000 റുപ്പീസ് ഇവിടെ കയ്യിൽ കൊടുത്ത് കാർത്തികയ്ക്ക് നേരെ ഒരു കൊട്ടേഷൻ തന്നത് വിഷ്ണു തന്നെയാണ് കാർത്തിക അങ്ങനെ ഇല്ലാതാക്കളാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു നേരെ പറയും. വിഷ്ണു അങ്ങ് ദേഷ്യം നേടാമെന്ന് പറഞ്ഞിട്ട് സംയമനം ഇല്ലാതെ വിഷ്ണു എന്താണ് അവർക്ക് നേരെ ചാടി കിടക്കാൻ പോകും. വിഷ്ണു സ്വയം സംയമനം പാലിക്കുകയാണ്. കാരണം ഇത് കോടതിയിൽ നിന്നിട്ട് ഒന്ന് ആത്മനിയന്ത്രണമൊക്കെ പുലർത്തി നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ അർജുൻ ക്രോസ് വന്നത് എനിക്ക് ഇവരെ ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ചേട്ടന്മാരാണല്ലേ ഈ കാര്യം നിർവഹിച്ചത്, ഓക്കെ മിടുക്കന്മാർ. അപ്പോൾ നിങ്ങൾ 3 പേരും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 3 പേരും കാർത്തിക്കാൻ നല്ലപോലെ അറിയിക്കും. ഈ പറയുന്ന ഈ നിൽക്കുന്ന വിഷ്ണുവാണ് നിങ്ങൾക്ക് 50,000 റുപ്പീസ് തന്നത്. എങ്ങനെ തന്നു? ഓൺലൈനായിട്ടാണ് തന്നത് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ആർക്കും ഗൂഗിൾ പേ ഒന്നും ഇല്ല എന്നൊക്കെ അവന്മാർ 3 പേര് ആദ്യം തന്നെ കോടതി പറയണം. അപ്പോൾ ഇവന്മാർക്ക് ആരും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇല്ലാന്ന് അർജുൻ എന്താണ് ആ പോയിന്റ് നോട്ട് ചെയ്യാനാണ് കോടതിയോട് പറയുകയാണ്. പിന്നെ എന്താണ് അർജുൻ ചോദിക്കുന്ന കാര്യം, അപ്പം നിങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കാർത്തിക ഇങ്ങനെ ചെയ്തത്. അപ്പം കാർത്തിക നിങ്ങൾക്ക് നല്ല പരിചയമാണ്. അന്നേ ദിവസം നിങ്ങൾ ഈ കൃത്യം നടക്കുന്ന ദിവസം കാർത്തികയുടെ വസ്ത്രത്തിൻ്റെ നിറമെന്താണ്, എന്ത് വസ്ത്രമാണ് കാർത്തിക ധരിച്ചത്? അപ്പം അതിൻ്റെ ഒരു ഉത്തരം ഒരാൾ ചുമതല അദ്ദേഹം പറയട്ടെ പറയുമ്പോൾ അയാൾക്ക് പറയാൻ ഏത് വസ്ത്രമാണെന്നോ ഏത് കളറാണെന്ന് പറയുന്നത്. അയാളൊരു കളറ് പറയുന്നു, ബാക്കി നിൽക്കുന്ന 2-ാം പ്രതിയും 3-ാം പ്രതിയും മറ്റൊരു കളർ പറയുന്നു. വസ്ത്രം നമ്മൾ കല്യാണ വസ്ത്രമെന്ന് പറഞ്ഞാലോ കല്യാണ സാരിയെന്ന് പറഞ്ഞാലോ എന്നിട്ട് ഒന്ന് മണ്ടന്മാരെ അവിടെ നിന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യും. നമ്മൾ കല്യാണ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രബോസിനും അമീർ അബ്ദുള്ളക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി. കാരണം അവന്മാരുടെ മണ്ടത്തരം തന്നെ അവന്മാർ അന്ന ദിവസം കാർത്തിക് കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെ ആയി കഴിഞ്ഞു എന്നുള്ള കാര്യം അവിടെ ബോധ്യപ്പെട്ടു. അപ്പം അർജുൻ അത് കോടതിയെടുത്ത് എടുത്ത് പറയുകയാണ്. അന്നേ ദിവസം ഇവന്മാരെന്താണ് കാർത്തിക് കണ്ടിട്ട് പോലും ഇല്ലാത്തുള്ളതിന് തെളിവാണ് കാർത്തിക ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറമോ എന്ത് വസ്ത്രം എന്ന് പോലും ഇവന്മാർക്ക് അറിയാത്തതിൻ്റെ ഒരു കാര്യം. ഈ പറഞ്ഞ കാർത്തിക ഇവന്മാർ കണ്ടുപോലും കാണത്തില്ലെന്ന് അർജുൻ എന്താണ് വാദം സ്ട്രോങ് ആക്കുവാണ്. പിന്നെ ഇവന്മാർ പറഞ്ഞത് പൈസ വിഷ്ണു കൊടുത്തുന്നു. വിഷ്ണു അന്നേ ദിവസം അന്ന് രാവിലെ കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായെന്നുള്ളതിന് തെളിവ് കല്യാണ മണ്ഡപത്തിനകത്തുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമാണെന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇല്ല എന്ന് ഇവന്മാർ പറഞ്ഞു. ഇവന്മാർക്ക് 50,000 റുപ്പീസ് വന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അത് കൊടുത്തത് എൻ്റെ കക്ഷിയല്ല, ഈ പറയുന്ന മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അതിനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ടെന്നതിന് വിഷ്ണുവിൻ്റെ കാര്യത്തിനകത്ത് അതും കൂടെ അർജുൻ ഹാജരാക്കുമ്പോഴത്തേക്കും മധുശ്രീ അങ്ങ് വലിച്ചു പോകും. കാരണം മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്കും സോളിഡ് പ്രൂഫായി കഴിഞ്ഞില്ല. അപ്പം നിരപരാധി എന്ന് തന്നെ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അമീർ അബ്ദുള്ള അടുത്ത ക്രോസിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ നെട്ടൂർ പാലത്തിനടിയിൽ നിന്ന് കിട്ടിയത് ആരെയാണ്? അപ്പം കാർത്തിക ജീവനോട് ഉണ്ടെന്നാണ് അർജുൻ പറയുന്നെങ്കിൽ ആ കാർത്തിക എന്തേ? കാർത്തിക അല്ല, വിഷ്ണു കാർത്തികിനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് കാർത്തിക എവിടെ നിന്നിട്ട് അർജുൻ്റെ മുന്നിൽ ചോദ്യം ചോദിക്കുമ്പം കാർത്തിക അല്ല ആ നെട്ടൂർ പാലത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതെന്ന് തെളിയിക്കാനായി സമയം തരാൻ കോടതി എന്ന് പറഞ്ഞിട്ട് അർജുൻ എന്താണ് സമയം മേടിക്കണം. അതിന് മുന്നേ തന്നെ അർജുൻ എന്താണ് ആ ഒരു ഗോൾഡ് ജ്വല്ലറിയുടെ ആളെ വിളിച്ച് എന്താണ് അയാളെ ക്രോസ് ചെയ്തിട്ട് ഇത് കാർത്തികയുടെ തന്നെ ബ്രേസ്ലെറ്റ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുകയാണ്. കാരണം തൻ്റെ കടയിൽ നിന്ന് സത്യഭാമ അന്നേ ദിവസം മേടിച്ച ബ്രേസ്ലെറ്റ് ആയിരുന്നു. അതിന് ഒറ്റൊരു മോഡലേ ഉള്ളതെന്നുണ്ടെങ്കിൽ തനിക്ക് നല്ല ഓർമ്മയാണ്. പിന്നെ സത്യഭാമയെ നല്ലപോലെ ഓർമ്മ, വർഷങ്ങൾ കൊണ്ട് എൻ്റെ കടയിൽ മേടിക്കുന്ന കസ്റ്റമർ ആയതുകൊണ്ട് ഇത്രയും നല്ലൊരു ഓർമ്മയാണെന്നൊക്കെ പറഞ്ഞ് കാർത്തികയുടെ ബ്രേസ്ലെറ്റ് തന്നെയാണ് അതെന്ന് അതിനൊരു കൺഫർമേഷൻ എന്താണ് അവിടെ അതും അർജുൻ തെളിയിച്ചു. ഇനി കാർത്തിക അല്ല നെട്ടൂർ പാലത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയെന്ന് തെളിയിക്കാനായി 15 ഡേയ്സ് എന്താണ് കോടതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കണം. അപ്പം ആ ഒരു വാദം എന്താണ് അടുത്ത 15 ഡേയ്സിന് ശേഷം എന്ന് പറഞ്ഞ് അമീർ അബ്ദുള്ളയുടെ ആദ്യ പടി തോൽവിയും ചന്ദ്രബോസിൻ്റെയും മധുശ്രീയുടെയും ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളത് പകൽ വെളിച്ചം പോലെ വന്നതും മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന ഗുണ്ടകളുടെ കയ്യിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ഈ വിധ കാര്യങ്ങളൊക്കെ എന്താണ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അർജുൻ. അപ്പോൾ ഇതൊക്കെ കാണിച്ചാണ് നെക്സ്റ്റ് സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണും, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ കമൻസ് ഷെയർ ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.